വയനാട്ടിൽ നിന്ന് ഒരു മന്ത്രി വരികയാണ്. മാനന്തവാടിയിലെ OR കേളു. എല്ലാവർക്കും കേളുവിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. ഈ സന്ദർഭത്തിൽ അദ്ദേഹം ഏറ്റെടുക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വകുപ്പാണ്. അദ്ദേഹത്തെ നേരത്തെ മന്ത്രി കെ രാധാകൃഷ്ണൻ്റെ കൈവശം ഉണ്ടായിരുന്ന പാർലമെൻ്ററി വകുപ്പും അതേപോലെ ദേവസ്വം വകുപ്പൊക്കെ മാറ്റി ഒരു മെലിഞ്ഞ വകുപ്പാണ് കൊടുക്കുന്നത്. ഈ സന്ദർഭത്തിൽ വയനാടുകാരനായ PT ജോൺ OR കേളുവിനോട് പല ഉപദേശങ്ങളും നൽകാനുണ്ടാവും. ഇപ്പോൾ അദ്ദേഹം നമ്മോടൊപ്പം ഉള്ളത് PT ജോണാണ്. നമസ്കാരം. താങ്കൾക്ക് എന്താണ് OR കേളുവിനോട് MLA പറയാനുള്ളത്? എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം വയനാട്ടിലെ തിരുനെല്ലി പഞ്ചായത്തിലെ തൃശ്ശിലേരിക്കാരനായ സാധാരണക്കാരനായ OR കേളു എന്ന സഖാവ് കേരളത്തിൻ്റെ ഇടതുപക്ഷ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയായി വരുന്നു എന്നുള്ളതിലെ ആഹ്ലാദവും സന്തോഷവും ഞാൻ ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. അത് എല്ലാവരോടും വളരെ മാന്യമായ രൂപത്തിൽ പെരുമാറുന്ന ഒരാളാണ്. ഞാൻ പലപ്പോഴും വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം മറ്റു മാർക്സിസ്റ്റ് പാർട്ടിയിലെ നേതാക്കന്മാരുടെ ഹുങ്കൊന്നും കാണിക്കാറില്ല. എന്നുണ്ടെങ്കിൽ അപ്പം കാര്യങ്ങൾ വിളിച്ച് പറയും. അപ്പോൾ അദ്ദേഹം ഡൗൺ ടു എർത്ത്, അതായത് തൊഴിലാളിയായി പണിയെടുത്ത് കൂപ്പുകളിൽ പണിയെടുത്ത് മനുഷ്യരോടൊപ്പം ജീവിച്ച് 10-15 വർഷം പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് പ്രസിഡൻ്റായി 10 വർഷം അങ്ങനെ ഇടപഴകി കടന്നു വന്ന ഒരാൾ. ആ ആൾ കേരളത്തിലെ പിന്നോക്ക വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ SC ST പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തിൻ്റെ വകുപ്പ് മന്ത്രിയായി വരുമ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ചില കാര്യങ്ങൾ പെടുത്താനുള്ളത്, ഏറ്റവും പ്രധാനം അദ്ദേഹത്തിൻ്റെ പഞ്ചായത്ത് തിരുനെല്ലി പഞ്ചായത്ത്. ആ പഞ്ചായത്തിലാണ് കേരളത്തിലെ ഏറ്റവും അധികം അരിവാൾ രോഗികളുള്ളത്, സിക്കിൾ സെൽ അനീമിയ പേഷ്യൻസ്. 20 വയസ്സിനപ്പുറത്തേക്ക് പോവാത്ത എത്രയോ കുട്ടികൾ മരിച്ചു വീഴുന്ന രോഗമാണ് അരിവാൾ രോഗം. ആ പഞ്ചായത്തിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ളത്. അദ്ദേഹം കുറിച്യ സമുദായത്തിൽ, ഫാമിംഗ് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള കുറിച്യ സമുദായത്തിൽപ്പെട്ട ആളാണ്. തിരുനെല്ലി പഞ്ചായത്തിൽ അടിയ, പണിയ, കാട്ടുനായിക്ക വിഭാഗങ്ങളൊക്കെ പ്രിമിറ്റീവ് ട്രൈബ്സ് ഉൾപ്പെടെ ഉള്ള ഒരു പഞ്ചായത്താണ്. ഭൂമിയില്ലാത്തവർ എത്രയോ പേർ, കിടപ്പാടം മര്യാദയ്ക്കില്ലാത്തവരായിട്ടുള്ള ആളുകൾ, ഇതൊക്കെ ഉണ്ടാകുമ്പോഴും യഥാർത്ഥത്തിൽ അവർ സമ്പന്നമായി ജീവിച്ചിരുന്ന ഒരു കാലം എനിക്ക് ഓർമ്മയുണ്ട്. അവർക്ക് സമ്പന്നമായി ജീവിക്കാനുള്ള അവസ്ഥയുമുണ്ട്. അത് ആ കാട് നൽകുന്ന പ്രകൃതി വിഭവങ്ങളാണ്. തിരുനെല്ലി ബ്രഹ്മഗിരി കാട് നൽകുന്ന നാച്ചുറൽ റിസോഴ്സസ്, അതാ നാട്ടിലെ ആദിവാസികളുടെ ഒരു കരുത്തായിരുന്നു. കൃഷിയുടെ ഭാഗമായി മുമ്പ് ചെട്ടിമാരുടെ തോട്ടങ്ങളിലോ പാടത്തോ അല്ലെങ്കിൽ അമ്പലവാസികളുടെ പാടത്തോ പറമ്പത്തോ കുടിയേറ്റക്കാരുടെ പാടത്തോ പറമ്പത്തോ ഒക്കെ പണിയും സംഗതിയും ഒക്കെ ഈ ആളുകൾക്കുണ്ടായിരുന്നു. ഇന്ന് തൊഴിലുറപ്പിനെ മാത്രം ആശ്രയിച്ചാണ് ഇവരിൽ കൂടുതൽ ആളുകളും ജീവിക്കുന്നത്. മറ്റതൊക്കെ യന്ത്രവൽകൃത ജോലികളിലേക്കൊക്കെ പോയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന സംഗതി, 2006 ഇന്ത്യ രാജ്യം പാസാക്കിയ നിയമമാണ് വനാവകാശ നിയമം. വനാവകാശ നിയമം എന്നത് വനത്തിൻ്റെ അവകാശം വനത്തിൽ ജീവിക്കുന്ന ആദിവാസികൾക്കും അവരോടൊപ്പമുള്ളവർക്കാണ് എന്നാണ് നിയമം. ആ നിയമത്തിൻ്റെ റൂൾസ് പാസ്സാവുന്നത് 2008 നിയമം പാസ്സായി 2 വർഷം കഴിഞ്ഞ് റൂൾസ് പാസ്സായി 2008 കഴിഞ്ഞ് 2024 ആ നിയമത്തിൻ്റെ സംരക്ഷണയിൽ ഒരു കമ്മ്യൂണിറ്റിക്ക് പോലും കേരളത്തിൽ കമ്മ്യൂണിറ്റി റൈറ്റ് കൊടുത്തിട്ടില്ല. ഒരു സമൂഹത്തിന് പോലും കമ്മ്യൂണിറ്റി റൈറ്റ് കൊടുത്തിട്ടില്ല. ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന OR കേളുവിനോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, താങ്കൾ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഈ വനാവകാശ നിയമം അനുസരിച്ച് തിരുനെല്ലി പഞ്ചായത്തിലെ ഈ പരമ്പരാഗതമായ പൈതൃകമായ ഈ ഗോത്ര സമൂഹങ്ങൾക്ക് വനാവകാശം അനുസരിച്ചുള്ള കമ്മ്യൂണിറ്റി റൈറ്റ് കൊടുക്കണം. ആ കമ്മ്യൂണിറ്റി റൈറ്റ് കൊടുത്താൽ വനത്തിനകത്തുള്ള പ്രകൃതി വിഭവങ്ങൾ പൂർണ്ണമായിട്ട് അവർക്ക് ശേഖരിക്കാം. അത് ഔഷധ സസ്യങ്ങളായാലും അത് തേനായാലും മറ്റെന്ത് സംഗതികളാണെങ്കിലും അവർക്ക് സംരക്ഷിക്കാനും അത് സംഭരിക്കാനും കാട്ടിലെ വന്യജീവികളെ
നിയന്ത്രിക്കേണ്ടത് എങ്ങനെയെന്നുള്ളത് അവർക്കറിയാം, അവർക്കത് നിയന്ത്രിക്കാനാകും. കാട്ടിൽ എന്തെല്ലാം പ്രവൃത്തി ചെയ്യണമെന്നുള്ളത് അവർക്കത് കമ്മ്യൂണിറ്റിക്ക് തീരുമാനിക്കാൻ പറ്റും. കമ്മ്യൂണിറ്റി തീരുമാനിക്കുന്നു എന്ന് പറയുന്നത് ഊരുകൂട്ടങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും. ഊരുകൂട്ടങ്ങളാണ് ഗ്രാമസഭകൾ. ഇത് നടപ്പാക്കിയെടുക്കുന്നതിന് വനം വകുപ്പ് അനുവദിക്കില്ല, വനം വകുപ്പ് സപ്പോർട്ട് ചെയ്യില്ല. എന്താ കാരണം വെച്ചാൽ വനം വകുപ്പിന് ഇപ്പോഴുള്ള അധികാരം ഇല്ലാതാവുകയും വനാവകാശ നിയമമനുസരിച്ച് അധികാരം സമൂഹത്തിന് അല്ലെങ്കിൽ ഊരുകൂട്ടങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഊരുകൂട്ടങ്ങൾക്ക് കിട്ടുമ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് അധികാരമില്ല അവിടെ. ഈ ഊരുകൂട്ടങ്ങൾ തീരുമാനിക്കുന്ന വർക്കേ ചെയ്യാൻ പറ്റുള്ളൂ, പ്രവൃത്തിയെ ചെയ്യാൻ പറ്റുള്ളൂ. ആ പ്രവൃത്തി ചെയ്യേണ്ട ജോലിയാണ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. അവർ തീരുമാനിക്കുന്ന കാര്യങ്ങളോട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വനാവകാശ നിയമം നടപ്പാക്കാതിരിക്കാൻ വനം വകുപ്പ് തയ്യാറാവാതിരിക്കുന്നതിൻ്റെ കാരണം അവരുടെ അധികാരങ്ങൾ നഷ്ടപ്പെടും എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. ഞാൻ മന്ത്രി കേളുവിനോട് അപേക്ഷിക്കുന്നത്, താങ്കളുടെ വകുപ്പാണ് ഈ നിയമം പറയുന്നത്. ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ നിയമത്തിൻ്റെ ഇംപ്ലിമെൻറ്റേഷനുള്ള നോഡൽ ഏജൻസി. ഈ നിയമം നടപ്പാക്കുന്നതിനുള്ള നോഡൽ ഏജൻസി പട്ടികജാതി പട്ടികവർഗ വകുപ്പാണ്. ആ വകുപ്പ് അതിന് മുൻകൈയിട്ട് ഇറങ്ങണം. ഇന്ന് വരെ യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ആ വകുപ്പ് അത് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ കേളു മന്ത്രിയായി വരുന്ന ഈ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട സഖാവ് കേളു നേതൃത്വം കൊടുത്തുകൊണ്ട് വനാവകാശ നിയമമനുസരിച്ച് ഒരു പഞ്ചായത്തിലെങ്കിലും, താങ്കളുടെ സ്വന്തം തിരുനെല്ലി പഞ്ചായത്തിലെങ്കിലും കമ്മ്യൂണിറ്റി റൈറ്റ് ആ സമൂഹത്തിന്, ആദിവാസി സമൂഹത്തിന് 10 ഏക്കർ സ്ഥലം, അവരുടെ ആരാധനാലയങ്ങൾ, അവരുടെ ശ്മശാനം, അവരുടെ പൊതു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന എല്ലാ സ്ഥലങ്ങളും അവർക്ക് ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടുള്ള നിയമം ഇന്ത്യ രാജ്യം പാസ്സാക്കി വെച്ചിട്ടുള്ളതാണ്. ആ നിയമം അനുസരിച്ച് ഈ കമ്മ്യൂണിറ്റികൾക്ക് ഈ സമൂഹ അവകാശം നൽകിക്കൊണ്ട് വനാവകാശ നിയമം പൂർണ്ണമായി നടപ്പാക്കപ്പെടുക എന്നതാണ് എനിക്ക് വിനയപുരസ്സരം താങ്കളോട് അഭ്യർത്ഥിക്കാനുള്ളത്. അത് ചെയ്യുന്നത് വലിയ വിപ്ലവകരമായൊരു സംഗതിയായിരിക്കും. ഒരു പഞ്ചായത്തിൽ ആരംഭിച്ചാൽ, താങ്കളുടെ തിരുനെല്ലി പഞ്ചായത്തിൽ അത് ആരംഭിച്ചാൽ ഉറപ്പായിട്ടും കേരളത്തിലെ ഓരോ പഞ്ചായത്തുകളിലും, ആദിവാസികൾ താമസിക്കുന്ന ഓരോ പഞ്ചായത്തുകളിലും വനാവകാശ നിയമം നടപ്പാക്കാൻ സർക്കാർ തയ്യാറാവേണ്ടി വരും. വനാവകാശ നിയമം അനുസരിച്ചുള്ള ക്ലെയിം പെറ്റീഷൻസ് അംഗീകരിക്കേണ്ടി വരും. ഇൻഡിവിജ്വൽ റൈറ്റും കമ്മ്യൂണിറ്റി റൈറ്റും സർക്കാർ കൊടുക്കേണ്ടി വരും. വനം വകുപ്പിന് അവിടെ മുട്ടുകുത്തേണ്ടി വരും. വനം വകുപ്പ് കാണിക്കുന്ന തോന്നിവാസങ്ങളെ അവസാനിപ്പിക്കാൻ ഒരു വഴിയേ ഉള്ളൂ. ആദിവാസികൾക്ക് വനാവകാശ നിയമമനുസരിച്ച് അധികാരം കൊടുക്കുകയും ആ അധികാരം അവർക്ക് ഫലപ്രദമായി വിനിയോഗിക്കാനും സാധിക്കുമ്പോൾ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഉൾപ്പെടെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതായത് OR കേളുവിനെ പോലുള്ള ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാൾ മന്ത്രിയാകുമ്പോൾ ഇത്തരത്തിലുള്ള പവറൊക്കെ ഉപയോഗിക്കാനുള്ള കഴിവുണ്ടാകുമോ പിണറായി വിജയന് മുന്നിൽ? അതൊക്കെ അദ്ദേഹത്തെ നിയമമാണ്, ഇന്ത്യ നിയമപരമായിട്ട് നടപ്പാക്കാൻ വലിയ മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കാൻ പറ്റും. എന്തായാലും OR കേളുവിന്, നമുക്ക് സഖാവ് OR കേളുവിന് എല്ലാ അഭിനന്ദനങ്ങളും നേരുന്നു. അദ്ദേഹത്തെ തീർത്തും മനസ്സിലാക്കിയിട്ടുള്ള, അദ്ദേഹം എങ്ങനെയുള്ള ആളാണെന്നും അദ്ദേഹം സമൂഹത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണെന്നും ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട PT യുടെ വാക്കുകൾ അദ്ദേഹം ശ്രദ്ധിക്കുമെന്ന് വിശ്വാസത്തോടെ നന്ദി, നമസ്കാരം.